കൊയിലാണ്ടിയിലേക്ക് അവിടെ ചികിത്സാ പിഴവ് പരാതിയിൽ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. കുട്ടിയുടെ ചികിത്സാ വിവരങ്ങൾ വ്യക്തമാക്കുന്ന പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. കുപ്പിച്ചില്ലുകൊണ്ട് കൈ മുറിഞ്ഞതിനെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ 9 വയസ്സുകാരന്റെ വിരലിന്റെ ചലനശേഷിയാണ് നഷ്ടപ്പെട്ടത്. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഇപ്പോൾ മെഡിക്കൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കുടുംബത്തിന്റെ ഒരു സംശയമാണ്, ആക്ഷേപമാണ്. വലിയ സമരമൊക്കെ നടന്നിരുന്നു, ഇവിടേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഇന്നും അതിനൊക്കെ സാധ്യതയുണ്ടോ? ഈ ഒരു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് സൂചനയുണ്ടോ സിനോജ്? ഷിഗാസ്, അതായത് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയിരിക്കുന്നത്. ഔദ്യോഗികമായി ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഡോക്ടേഴ്സോ ജില്ലാ മെഡിക്കൽ ഓഫീസറോ തയ്യാറായിട്ടില്ല. അത് പ്രാഥമികമായ ചികിത്സ നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചും ചികിത്സ നൽകിയ ഡോക്ടേഴ്സിന്റെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയുമാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് 9 വയസ്സുകാരൻ്റെ ഇടത് കൈയിലെ വിരലിന് കുപ്പിച്ചില്ല് കൊണ്ട് പരിക്ക് പറ്റിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. തുടർന്ന് അന്ന് തന്നെ തുന്നിക്കെട്ടി കൈ അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തുന്നലൊക്കെ തന്നെ അഴിക്കുന്ന ഘട്ടത്തിൽ 1 മാസത്തിന് ശേഷമാണ് ഈ വിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടതായി മാതാപിതാക്കൾക്ക് തിരിച്ചറിയുന്നത്. അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റം നിർദ്ദേശിക്കുന്നു. അങ്ങനെ കോഴിക്കോട് വെച്ചാണ് ഇത് സർജറി ചെയ്യുന്നത്. ആദ്യം ഫിസിയോതെറപ്പി ചെയ്ത ശേഷം വിരൽ മടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വിരൽ മടക്കാൻ സാധിച്ച ഘട്ടത്തിലാണ് സർജറി ചെയ്യുന്നത്. 38ഓളം തുന്നലുകൾ സർജറിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതായത് വിരലിന്റെ ചലന വള്ളി പൊട്ടിപ്പോയെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞതായി മാതാപിതാക്കൾ പറയുന്നത്. ഈ കുപ്പിച്ചില്ല് കൊണ്ട് അത് പൊട്ടിപ്പോയ കാര്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടേഴ്സ് അറിയാതെയാണ് ഇത്തരത്തിൽ തുന്നലിട്ടതെന്നാണ് മാതാപിതാക്കളുടെ പരാതി. ഏതായാലും ഈ റിപ്പോർട്ടിൽ എന്താണ് കൂടുതൽ കാര്യങ്ങളെന്നുള്ളത് വരും മണിക്കൂറിൽ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്നലെ ഡിവൈഎഫ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ആശുപത്രിയിലേക്ക് നടത്തിയിരുന്നു, ചികിത്സാ പിഴവാണെന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുകയും ചെയ്യുക. ഷിഗാസ്, ശരി സിനോജ്, ഇടത് സർക്കാരിന്റെ കാലത്തെ ആ ഒരു സിസ്റ്റം തകരാറ് UDF സർക്കാർ അധികാരത്തിൽ കയറിയിട്ടും പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരുപാട് പരാതികളാണ് ഓരോ ദിവസവും ആരോഗ്യ വകുപ്പും ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക്, കെ മുരളീധരന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങളെല്ലാം വരട്ടെ, പരിഹാരം ഉണ്ടാവട്ടെ.